2022 ജൂൺ 13 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. സ്വർണ്ണക്കടത്ത് വിവാദം അന്ന് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധം നടക്കുന്നു. പക്ഷേ വിമാനത്തിനുള്ളിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം അപ്രതീക്ഷിതമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാവ് ഇ.പി. ജയരാജനാണ്. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ.പി. തള്ളിയിട്ടു. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തി. ഇ.പിയുടെ ഭാഗത്താണ് കുഴപ്പം എന്ന് കമ്പനിക്ക് മനസ്സിലായി. ഇ.പിക്ക് 3 ആഴ്ചത്തെ വിലക്കും ഏർപ്പെടുത്തി. ആ സമയത്ത് ഇ.പി. പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇനി ഇൻഡിഗോയിൽ യാത്ര ചെയ്യില്ല എന്നാണ്. ഇൻഡിഗോ എന്നോട് ക്ഷമ പറയണം എന്നാവശ്യപ്പെടുന്നു. ഇൻഡിഗോ അധികൃതർ അനുരഞ്ജനത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇ.പി. വഴങ്ങിയില്ല. നമുക്കറിയാം, 2022 സംഭവം കഴിഞ്ഞ് 2024 സാഹചര്യങ്ങൾ ഒരുപാട് മാറി. ഇ.പി. പാർട്ടിയോട് പിണങ്ങി. അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസുകാരെ ഇ.പി. കയ്യേറ്റം ചെയ്തതെങ്കിൽ ആ മുഖ്യമന്ത്രിയുമായി പിണങ്ങിയിരിക്കുന്ന ഇ.പി. ആണിപ്പോൾ. പക്ഷേ ഇ.പി. ഒരു കാര്യം ഇന്ന് ചെയ്തു. മറ്റൊന്നുമല്ല, ഇൻഡിഗോയിൽ 2-2.5 വർഷത്തിന് ശേഷം യാത്ര ചെയ്തു ഡൽഹിയിലേക്ക്. അതും പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാൻ. ഇ.പി. ഇൻഡിഗോയോട് അടുത്തു. രണ്ടായിരത്തി 2022 ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. 2022 ജൂൺ 13 നമുക്ക് ദൃശ്യങ്ങൾ കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ 2 പേർ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് പാഞ്ഞെടുക്കുന്നു. ഇവരെ ഇ.പി. ജയരാജൻ തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങൾ. ഫർസീൻ അടക്കമുള്ള ആളുകളാണ് അന്ന് വിമാനത്തിൽ ബഹിഷ്കരണം നടത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംഭവം വിമാനത്തിൽ ഉണ്ടാകുമെന്ന കാര്യം അപ്രതീക്ഷിതമായിരുന്നു. അതിനുശേഷം ഈ ഇ.പി. തന്നെയാണ് കയ്യേറ്റം നടത്തുന്നത് നിഗമനത്തിൽ ആ കമ്പനി എത്തുകയും ചെയ്തു. ഫർസീൻ അടക്കം ആളുകൾ ജയിലിൽ പോയി, പിന്നീട് ജാമ്യം കിട്ടി. അവരൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്. ആ സംഭവം അത് CPM കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ച ഒന്നായിരുന്നു. അതിനുശേഷം ഇൻഡിഗോ വിമാന ബഹിഷ്കരണം ഇ.പി. ഇന്ന് മുതൽ 2-2.5 വർഷത്തിന് ശേഷം ഇ.പി. വീണ്ടും ഇൻഡിഗോയിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകണം. ഇൻഡിഗോ വിമാന യാത്രാ ബഹിഷ്കരണം ഇ.പി. അവസാനിപ്പിച്ചു. പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഡൽഹിയിലെത്താൻ വേണ്ടിയാണ് ഇ.പി. ആ ശപഥത്തിൽ നിന്ന് പിന്മാറിയത്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ ജയരാജൻ ഡൽഹിയിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. ആ വാർത്തയിലേക്ക്. ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ കേരള രാഷ്ട്രീയം കലാപകലുഷിതം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകളുടെ സമരവേലിയേറ്റം. എവിടെയും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിമാനത്തിനുള്ളിലും മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അസാധാരണ പ്രതിഷേധം നടത്തിയത്. അവർ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് ഇ.പി. ജയരാജന്റെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെയും രക്ഷാപ്രവർത്തനം. മുമ്പെന്ന് ഓടി വരികയാണ് പിന്നോട്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് മുഖ്യമന്ത്രിയെ നേരെയാണ് ചാടാനുള്ളൊരു ഭാഗം എനിക്ക് CM ബാക്കിലുണ്ട്. ഞാൻ ഉടനെ എന്ത് ചെയ്തു, ഈ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് ആ കോറിഡോർ കാണും. ഇതിൻ്റെ വഴിയുണ്ടല്ലോ, നട വഴി, ഇതിൻ്റെ രണ്ടിൻ്റെയും അവിടെ പോയി ഞാൻ അവിടെ നിർത്തി. ഇത് മദ്യപിച്ച് വിമാനത്തിൽ കയറ്റി വിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക, ഇത് എത്രമാത്രം അപകടകരമായ നിലയാണ്. ഇതൊരു ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലേ. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചത്തെയും അവരെ തടഞ്ഞ ഇ.പി. ജയരാജന് 3 ആഴ്ചത്തെയും വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെയായിരുന്നു ഇ.പിയുടെ ഇൻഡിഗോ ബഹിഷ്കരണ പ്രഖ്യാപനം. ഒരു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത ഒരു എയർ സർവീസായി പോയി ഇൻഡിഗോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ വിമാനത്തിൽ യാത്ര ചെയ്യില്ല എന്നുള്ള നിലപാടിലേക്ക് ഞാൻ എത്തുന്നത്. ഇവരുടെ വിമാനം ഇല്ലെങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യാനറിയാം. ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടായിരുന്ന ജയരാജന്
തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും തിരിച്ചുമുള്ള വിമാനയാത്രാ വഴിയാണ് അതോടെ അടഞ്ഞത്. ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് EP പിന്നോട്ട് പോയില്ല. മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജന് വിമാനയാത്ര സാധ്യമായത്. അതുവരെ ട്രെയിനായിരുന്നു ആശ്രയം. ഇപ്പോൾ 2 വർഷത്തിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്തത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ തന്റെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. VV അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഈ അന്നത്തെ 2022 സാഹചര്യമല്ല EP ജയരാജന് CPM-ലുള്ളത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ EP ജയരാജന്റെ സ്ഥാനം അതല്ല. കാരണം നമുക്കറിയാം, അതിനുശേഷം LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്നു, പാർട്ടിയോട് പിണങ്ങുന്നു, പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. EP അന്ന് ആർക്കു വേണ്ടിയാണോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത്, അദ്ദേഹവുമായി പോലും അസ്വാരസ്യം നിലനിൽക്കുന്ന കാലമാണത്. ഈ വലിയ പ്രശ്നം വന്നപ്പോൾ പിണറായി വിജയൻ പോലും EP ജയരാജനെ സംരക്ഷിക്കാൻ തയ്യാറായില്ല. ഈ സമയത്ത് അവിടെയാണ് പാർട്ടിയോട് പിണങ്ങിയിരിക്കുന്ന EP ഇൻഡിഗയോട് ഇണങ്ങുന്നത്. എങ്ങനെ കാണണം ഈ മാറ്റത്തെ? EP ജയരാജൻ ഇൻഡിഗോയുമായി കടുത്ത അകൽച്ചയെ തന്നെയായിരുന്നു, പിണക്കത്തിൽ തന്നെയായിരുന്നു. അത് പലതവണ അദ്ദേഹത്തോട് ഇൻഡിഗോ അധികൃതർ കത്തിലൂടെയും മറ്റും യാത്ര തുടരണം. കാരണം അദ്ദേഹം എല്ലാ ആഴ്ചയും മുന്നണി കൺവീനറുടെ സ്ഥാനം വഹിക്കുമ്പോഴും പാർട്ടി സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാ ആഴ്ചയും പലതവണ തിരുവനന്തപുരം കണ്ണൂർ യാത്ര, കണ്ണൂർ തിരിച്ചു ഇങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ നടത്തിയിരുന്ന ആളാണ്. അത്തരത്തിൽ അവരുടെ സ്ഥിരം ഒരു കസ്റ്റമറായിരുന്നു EP ജയരാജൻ. പക്ഷേ ഈ സംഭവത്തോടുകൂടി EP അത് വലിയ പിണക്കത്തിലായി, വലിയ അകൽച്ചയിലായി. ഇനി ഒരിക്കലും ഇൻഡിഗോയിൽ യാത്ര ചെയ്യില്ല. അദ്ദേഹം നമുക്കറിയാം, രാത്രിയിൽ ശ്വസന ഉപകരണ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശ്വസനം. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര അത്ര എളുപ്പമല്ല. അതിൻ്റെ ചാർജിങ്ങും മറ്റുമായൊക്കെ ആ ട്രെയിൻ യാത്ര അത്ര എളുപ്പമല്ല EP-ക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ രീതിയിൽ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പകലൊക്കെ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ആ വിമാനയാത്ര ഇൻഡിഗോയിൽ കയറാതെ തന്നെ ബഹിഷ്കരണം തുടർന്നു. ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് എയർ ഇന്ത്യയുടെ സർവീസ് ഇറങ്ങിയോടുകൂടിയാണ് EP-ക്ക് വീണ്ടും വിമാനത്തിൽ വരാനുള്ള അവസരമുണ്ടായത്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ EP ജയരാജൻ ഇന്നലെയാണ് കരിപ്പൂരിൽ ഇന്നലെ രാത്രി 10:10:30 ഫ്ലൈറ്റിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. ഇൻഡിഗോയുടെ വിമാനം 2.5 വർഷത്തിന് ശേഷം അദ്ദേഹം ആ വിമാന സർവീസിൽ വീണ്ടും കയറുകയാണ്. അതിനുള്ള കാരണം രഞ്ജിത്ത് പറഞ്ഞതുപോലെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു എന്ന വസ്തുതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പഴയ അടുപ്പവുമില്ല. പക്ഷേ അദ്ദേഹവുമായി അടുത്ത ആളും പറയുന്നത് പിണറായി വിജയൻ ഇപ്പോഴും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളാണ് EP ജയരാജൻ. അതുകൊണ്ട് മാത്രം ഇത് അദ്ദേഹം യാത്ര ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിണക്കം, പാർട്ടിയോട്ടുള്ള അകൽച്ചയൊക്കെ വസ്തുതാപരമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം സീതാറാം യെച്ചൂരി ഡൽഹിയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ തന്നെ അവിടെ പോയി അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവിടെ നേതാക്കളുമായും അതായത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നു. പക്ഷേ കർശനമായ സന്ദർശക വിലക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ആരെയും അനുവദിച്ചിട്ട്, അതുകൊണ്ട് മാത്രം അദ്ദേഹം പോകാതിരുന്നതാണ്. ഇന്നലെ മരണവാർത്ത അറിഞ്ഞ ഉടൻ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിലെത്തുന്നു. അവിടെ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തുകയും രാത്രിയോടുകൂടി ഇൻഡിഗോ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോവുകയുമായിരുന്നു. ഏതായാലും വലിയൊരു ബഹിഷ്കരണമാണ് അവസാനിക്കുന്നത്. അതിന് കാരണമായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് സീതാറാം യെച്ചൂരിയുടെ അന്ത്യ ദർശനത്തിനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാണ് EP ജയരാജൻ വിമാന സർവീസിനെ ആശ്രയിക്കേണ്ടി വന്നത്. അതിനിയും തുടരുമോ, ബഹിഷ്കരണം പൂർണ്ണമായും മാറ്റുകയാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിൽ ഇൻഡിഗോ വിമാനത്തിൽ തന്നെ എത്തിച്ചേർന്നു. PK ശ്രീമതി, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും അദ്ദേഹത്തിനൊപ്പം ആ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഡൽഹിയിലാണ്. യെച്ചൂരിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് തിരികെ വരുന്നത്. മറ്റു കാര്യം കൂടിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടത്, സ്വാഭാവികമായും EP പാർട്ടി കമ്മിറ്റി സംസ്ഥാന സമിതി പങ്കെടുക്കാതെ സെക്രട്ടേറിയറ്റ് അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല, സംസ്ഥാന സമിതിയിലും പങ്കെടുത്തില്ല. ഡൽഹിയിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ, കേരളത്തിലെ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മാത്രമാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിൽ EP ജയരാജൻ പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് വിളപ്പിൽശാല ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരുന്നു, വിളപ്പിൽശാല EMS അക്കാദമിയിൽ. അതല്ലാതെ അദ്ദേഹം ഈ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം CPM-ന്റെ നേതാക്കളുമായി അദ്ദേഹത്തിന് ഈ നടപടിക്ക് ശേഷം സംഘടനാ നടപടിയാണെങ്കിൽ പോലും മുന്നണിക്കുന്ന സ്ഥാനത്ത് മാറ്റിയ ശേഷം അദ്ദേഹത്തിന് വീണ്ടും അവരുമായി കാണാനുള്ള ഒരു അവസരം കൂടിയാണത്. അതൊരു മഞ്ഞുരുക്കലിന്റെ വേദിയായി മാറുമോ എന്നും നമുക്ക് ഈ കണ്ട് പറയാം.